പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. നമ്മൾ ഓഹരി വഴി എങ്ങനെ ധനം സമ്പാദിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ ഓഹരി മേഖലയിൽ വൻ ഇടിവ് നേരിടുമ്പോൾ അതിനെ എങ്ങനെ ലാഭകരമായിട്ട് വിനിയോഗിക്കാം, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ അവസരത്തിൽ നമ്മൾ അതിന് ലാഭം നേടാൻ വേണ്ടിയിട്ട് എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കുന്നു. നമ്മൾ ഇന്നത്തെ ഇടിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസസൊക്കെ നിഫ്റ്റിയൊക്കെ ആണെങ്കിൽ 546 പോയിൻ്റ് ഇടിഞ്ഞ് 25,250 കുറഞ്ഞു. സെൻസസ് 1679 പോയിൻ്റ് ഇടിഞ്ഞ് 87,497 വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇടിയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ലാഭം നേടാനായി ശ്രമിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ അർജൻറ്റായിട്ട് അതിപ്പം ടാർജറ്റിനായിട്ടോ ബോണസിനായിട്ടോ ഡിവിഷനായിട്ടോ സ്പ്ലിറ്റായിട്ടോ ബൈബാക്കായിട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓഹരികൾ നമ്മൾ അപ്പോൾ വാങ്ങി വയ്ക്കുന്ന ഇതാണ് ആ ഒരു രീതിയാണ്. അത് നമ്മളൊന്നെങ്കിൽ ബ്ലൂ ചിപ്പിലുള്ള ബോണസ് വരുന്ന ഓഹരികളോ അല്ലെങ്കിൽ നല്ല കമ്പനിയാണ്, സ്ഥിരം ലാഭം തന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളോ നമുക്ക് വാങ്ങി വെക്കാം. ഉദാഹരണമായിട്ട് റിലയൻസിൻ്റെ കാര്യം തന്നെ എടുക്കാം. അത് ഇന്നിപ്പം 2,813 രൂപയാണ്. 3,000 രൂപ 3,100 രൂപയൊക്കെ വന്ന് കുതിപ്പുള്ള ഇതായിരുന്നു. ഇന്ന് അത് നല്ല ഇടിവ് 115 രൂപയാണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇടിഞ്ഞിരിക്കുന്നത്. അത് ഇപ്പം നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് 3,300 രൂപയ്ക്ക് ടാർഗറ്റ് ഇട്ട് 3,500 രൂപയ്ക്ക് ടാർഗറ്റ് ഇട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ബോണസ് ഈ മാസം ഡേറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്, ആ സമയമാകുമ്പോഴത്തേനും ഇതിൻ്റെ വില വൻ കുതിപ്പ് വരും. ഇതുപോലെ ഇടിയാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വിൽക്കാം. അല്ലെങ്കിൽ ബോണസ് കിട്ടിക്കഴിഞ്ഞ് ലാഭകരമാകുന്ന സമയത്ത് നമുക്ക് വിറ്റ് ലാഭം നേടാം. ബജാജ് സ്റ്റീൽ കണ്ട് 3,350 രൂപയിൽ നിന്ന് 30 രൂപ ഇടിഞ്ഞ് ആണ് 3,320 രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വാങ്ങി വെക്കുകയാണെങ്കിൽ ബോണസ് വരുന്ന സമയത്ത് നമുക്ക് അത് ലാഭം നേടാം. അതുപോലെ നമ്മൾ പവർ മച്ച് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 6,391 രൂപയാണ്. അതിന് 329 രൂപയാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 8-ാം തീയതി ബോണസ് റേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. അതൊക്കെ നമ്മൾക്ക് ഈ ഇടിയുന്ന സമയത്ത് വാങ്ങി വെക്കുക, ഫണ്ട് ഉണ്ടാക്കുക, വാങ്ങി വെക്കുക എന്നുള്ള ഇതായിട്ട് ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുന്ന കമ്പനികളാണ്. ടാറ്റ മോട്ടോഴ്സ് 975 വാങ്ങാനായിരുന്നു. അത് 995 വിൽക്കാൻ പറഞ്ഞിരുന്നത്, അതായത് 925 കുറഞ്ഞു. ടാറ്റ മോട്ടോഴ്സിൻ്റെ വില 925 ഇടുകയും ചെയ്തു. നമ്മുടെ അത് വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ 995 വിൽക്കുകയും ചെയ്യാം. ഇതിനായി അതിന് നമ്മൾ ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഷെയർ ഈട് നൽകി ഫണ്ട് സ്വരൂപിച്ച് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യമില്ലാത്ത ഫണ്ട് ഇതിനായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ നിന്ന് വാങ്ങി വെക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യമില്ലാതെ പൈസ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കടം മേടിച്ചോ എങ്ങനെയെങ്കിലും നമുക്ക് ഫണ്ട് വിനിയോഗിക്കാൻ പറ്റും. കൂടുതലായിട്ട് കടം മേടിച്ചോ അങ്ങനെയുള്ള വലിയ തുക അതിനായിട്ട് മുടക്കരുത്. അങ്ങനെ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇടിവ് തുടരുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരും, നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. അങ്ങനെ അല്ല, നമുക്ക് സാധാരണ ഗതിയിൽ ഉള്ള താങ്ങാവുന്ന സ്റ്റോപ്പ് ലോസ് താങ്ങാവുന്ന വിധത്തിലുള്ള ഒരു തുക അങ്ങനെയായിട്ട് മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമുക്കിതൊന്നും പറ്റുന്നില്ല എങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് വളരെ കാലമായിട്ട് കയറി ഇറങ്ങുകയില്ലാതെ ചെറിയ ലാഭമായിട്ട് നിൽക്കുന്ന കുറേ കമ്പനികൾ കാണും. നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ അത്തരം കമ്പനികളിൽ ചിലത് തിരഞ്ഞെടുത്ത് വിൽക്കുക. അതിന് ആ ഫണ്ട് കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഷെയറുകൾ വാങ്ങിയിടുക എന്നുള്ളതാണ് നമുക്ക് ഇനിയിപ്പം സ്പ്ലിറ്റ് ഡിവിഡൻഡ് വരുന്ന കമ്പനികളെക്കുറിച്ച്, ബോണസ് വരുന്ന കമ്പനികളെക്കുറിച്ച് നമ്മളൊന്നും പറയാറുള്ള പോലെ പറയാം. ആർട്സ് ആൻഡ് ജുവലറി 314 രൂപയാണ്. സ്പ്ലിറ്റാണ് 1:5 ആണ്. 9 നവംബറാണ്. ഗോദാവരി പവർ 1,071 രൂപയാണ്. സ്പ്ലിറ്റാണ് 1:5 ആണ്. 4 ഒക്ടോബറാണ്. NBCC 150 രൂപയാണ്. ബോണസാണ് 1:2 ആണ്. 7 ഒക്ടോബറാണ്. പവർ മച്ച് 6,391 രൂപയാണ്. 1:1 ആണ്. ബോണസ് 8 ഒക്ടോബറാണ്. ബജാജ് സ്റ്റീൽ 3,320 ആണ്. 3:1 ആണ്. ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ടാർഗറ്റ് വരുന്നത് IOC 177 എടുക്കാൻ ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അത് 171 ഇന്ന് കിട്ടുമായിരുന്നു. ഇല്ലെങ്കിൽ നാളെ ആ റേഞ്ചിൽ കിട്ടും. അന്നേരം നമ്മൾ മേടിച്ചാൽ 25 ടാർഗറ്റായിട്ട്
നമുക്ക് വിൽക്കാം. BBC അല്ല, 350 രൂപയ്ക്ക് മേടിക്കാൻ പറഞ്ഞിരുന്നാൽ 2 രൂപ കുറഞ്ഞിട്ട് 348 രൂപയാണ്. 445 രൂപയ്ക്ക് നമുക്ക് വിൽക്കുകയും ചെയ്യാം. ഗെയിൽ എന്നെ ഇന്ന് വലിയ വിലയിടിയൊന്നും വന്നിട്ടില്ല, ഒരു ലാഭമൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. 240 രൂപയാണ്, 241 രൂപ, 225 രൂപയ്ക്ക് ടാർജറ്റ് നമുക്ക് വിൽക്കാം. ITC 516 പറഞ്ഞ് 2 രൂപ 4 രൂപ കുറഞ്ഞ് 512 അതെടുക്കുകയായിരുന്നു. 560 വിൽക്കാം. ഇങ്ങനെ കോൾ ഇന്ത്യയും നമ്മൾ 253 രൂപ എടുത്ത് 260, 65, 270 വിൽക്കുകയും ചെയ്യാം. നമ്മൾ സ്പ്ലിറ്റ് പറയുന്നത് മോട്ട്സൺ ജ്വല്ലറി 1073 മേടിച്ചാൽ സ്പ്ലിറ്റ് ഉണ്ട് 1:5 ആണ്. 9 നവംബറാണ് അതിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ POCL 1998 മേടിക്കാൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ 1961 കിട്ടും. അത് സ്പ്ലിറ്റാണ്. 10 ഒക്ടോബറാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഉള്ള ലാഭം നേടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അടുത്ത ദിവസം കൂടുതൽ വിഷയങ്ങളുമായിട്ട് നമുക്ക് സമീപിക്കാം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.